Hi students, welcome back to our physics class. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം ഉടനെ തന്നെ റഫ് ബുക്ക് എടുത്ത് ഇതൊന്ന് ഡെറൈവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും. അത് ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്നും കൂടി നോക്കി മനസ്സിലാക്കി പിന്നെ അത് ഡെറൈവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്, റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഒരു സ്ഫെറിക്കൽ സർഫസിലൂടെ റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പിക്ചർ വരച്ചിട്ടുണ്ട്. പിക്ചറിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു സ്ഫെറിക്കൽ സർഫസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വരച്ചേക്കുന്നത് സ്ഫെറിക്കൽ സർഫസ്, ഇത് വരച്ചിരിക്കുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസാണ്. ഒരു ഗ്ലാസ് റോഡാണെന്ന് വിചാരിക്കുക. ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു ഗ്ലാസ് റോഡ്, അതിൻ്റെ ഒരു ഭാഗം സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് അസ്യൂം ചെയ്യാം. ഇതൊരു ഗ്ലാസ് റോഡാണ് ഇത്രയും വരച്ചിരിക്കുന്നത്. ഞാനത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്ലാസ് റോഡിൻ്റെ ഒരു ഭാഗം, ഒരു എൻഡ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് അസ്യൂം ചെയ്യാം. ആ സ്ഫെറിക്കൽ ഷേപ്പിൽ നമ്മൾ ആദ്യം തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. സ്ഫെറിക്കൽ ആയിട്ടുള്ള സർഫസ് ആണ്, അതിൻ്റെ പോള് മാർക്ക് ചെയ്തു പി. ലെൻസ് അല്ല പറയുന്നത്, അതുകൊണ്ട് ഒപ്റ്റിക്കൽ സെൻറ്റർ അല്ല. ഞാനിവിടെ ഒരു സർഫസിൽ നിന്നും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോൾ എന്ന് പറഞ്ഞാൽ മതി. പി അതിൻ്റെ കറക്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ അവിടെ സെൻറ്റർ ഓഫ് കർവേച്ചറും മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് റോഡിൻ്റെ ഒരു സൈഡ് സ്ഫെറിക്കൽ സർഫസ് ആയിട്ട് അസ്യൂം ചെയ്തു. അതിന് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, പോള് മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. പുറത്തുള്ള ഭാഗം എന്ന് പറയുന്നത് എയർ ആണ്, ഉള്ളിലുള്ളത് ഗ്ലാസ് റോഡാണ്. അതായത് രണ്ടും ഡിഫറെൻറ്റ് മീഡിയ ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എയറിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഗ്ലാസ് റോഡിൻ്റെ ഇന്നർ സൈഡിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എടുത്തു. N1 N2 ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഡിഫറെൻറ്റ് മീഡിയ എടുത്തത്. ഇവിടെ ഞാനൊരു പോയിൻ്റ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. വലിയ ഒബ്ജക്റ്റ് ഒന്നല്ല, ഒരു വളരെ ചെറിയൊരു ഒബ്ജക്റ്റ്, അതിനാണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ആ ഒബ്ജക്റ്റിന് O എന്ന് പേര് കൊടുത്തു. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് ചെരിഞ്ഞ് ഈ സർഫസിൽ വന്ന് വീഴുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ചെരിഞ്ഞൊരു റേ വന്ന് ആ സർഫസിൽ ടച്ച് ചെയ്തു. ആ വരുന്ന റേ ആണ് നമ്മൾ എന്ത് പറയുക, ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഒരു ആരോ മാർക്ക് കൊടുത്ത് അപ്പോൾ തന്നെ ഞാൻ അത് ഇൻസിഡൻറ്റ് റേ എന്ന് മാർക്ക് ചെയ്തു. ചെയ്യുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് പോയാൽ എളുപ്പമായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ഇൻസിഡൻറ്റ് റേ സ്ഫെറിക്കൽ സർഫസിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്തിട്ട് അവിടെ നിർത്താം. റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് വരയ്ക്കുന്നതിന് മുമ്പ് നോർമൽ വരയ്ക്കുക. കാരണം നോർമലിനോട് ബെൻഡ് ചെയ്തു, നോർമലിനോട് എവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനായിട്ട് ആദ്യം തന്നെ നോർമൽ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഈ ഇൻസിഡൻറ്റ് റേ വന്ന് ഫോളോ ചെയ്യുന്ന ആ ഭാഗത്ത് നമ്മളൊരു നോർമൽ വരച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു നോർമൽ വരച്ചത് ഏതിൽ ചെന്നാൽ മീറ്റ് ചെയ്യുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ചെന്നാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡോട്ടർ ലൈൻ, നോർമൽ മനസ്സിലാവാൻ വേണ്ടി ഡോട്ടർ ലൈൻ വരച്ചു. ഡോട്ടർ ലൈൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ചെന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അതിന് നോർമലിന് എഴുതി. ഇനി ഞാൻ റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാൻ പോകുന്നു. ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്ന് വീണത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ വരച്ചു. ഇനിയാണ് റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാൻ പോകുന്നത്. അത് നോർമലിനോട് അടുത്ത് നിൽക്കുമോ അതോ അകന്ന് നിൽക്കുമോ നോക്കിയാൽ മതി. ഇത് റയറർ മീഡിയമാണ്. എയർ എന്ന് പറയുന്നത് റയറർ മീഡിയമാണ്. ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്. റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ അത് നോർമലിനോട് അടുത്താണ് നിൽക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്ന രീതിയിൽ ആ റിഫ്രാക്റ്റഡ് റേ വരച്ചു. ആരോ മാർക്ക് കൊടുത്തു, അതിന് പേരും ഒപ്പം തന്നെ കൊടുത്തു, റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടുക, ഇമേജ് കിട്ടുക. ഓക്കെ, അതിന് ഞാൻ അയിന്ന് കൊടുത്തു, ഇമേജിൽ നിന്ന് കാണിക്കാനായിട്ട് അയിന്ന് കൊടുത്തു. ഈ പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയാറ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോള് തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ V കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ആംഗിളുകൾ വരുന്നുണ്ട്. ആംഗിളിന് ആൽഫ, ഒരെണ്ണത്തിന് ബീറ്റ, ഒരെണ്ണത്തിന് ഗാമ. ഇത് ആറല്ല കേട്ടോ, ഗാമ എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള പേരുകൾ കൊടുത്തു. ആൽഫ, ബീറ്റ, ഗാമ എന്ന് കൊടുത്തു.
അതുപോലെ തന്നെ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് 6 എന്നും കൊടുത്തു. അപ്പോൾ പിക്ചർ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ വലിയ ട്രയാങ്കിൾ, ഈ മൊത്തമുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOI. ട്രയാങ്കിൾ AOI കൺസിഡർ ചെയ്യാണ്. ആ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. AOI എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ആൽഫ എന്ന് പറയുന്നതും ബീറ്റ എന്ന് പറയുന്നതും ആ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ആ ഇൻറ്റീരിയർ ആംഗിൾസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുറത്ത് കാണുന്ന ആംഗിൾ, അതായത് എക്സ്റ്റീരിയർ ആംഗിളാണ് I എന്ന് പറയുന്നത്. മാത്സിൽ ഒരു റൂൾ ഉണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തെ എക്സ്റ്റീരിയർ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. I എന്ന് പറയുന്നതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ആ ആംഗിള് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്തൊരു ആൽഫ പ്ലസ് ബീറ്റ. അത് എന്തിനോട് ഈക്വൽ ആണ്? എക്സ്റ്റീരിയർ ആംഗിളിനോട്, ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്സ്റ്റീരിയർ ആംഗിളിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? I ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതി. അതിന് ഇക്വേഷൻ 1 കൊടുത്തു. ഇനി നമ്മൾ ഏതെടുക്കുന്നത്? ഇതിപ്പോൾ മൊത്തമാണ് ഈ ട്രയാങ്കിൾ എടുത്തത്. ഇനി ഈ ചെറിയ ട്രയാങ്കിൾ, ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ട്രയാങ്കിളില്ലേ, ACI, ട്രയാങ്കിൾ ACI. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുകൾ ഏതൊക്കെയാണ്? ആറും ബീറ്റയും. അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഗാമ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളുകളുടെ സമ്മ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ്റ്റീരിയർ ആംഗിളായിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? ഗാമ ഈക്വൽ, ഗാമയും ആറും തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ ഗാമ എഴുതുമ്പോൾ ഒരു കുനിപ്പിട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാ ആറ് ഏതാ ഗാമ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഗാമ ഈക്വൽ ടു R പ്ലസ് ബീറ്റ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ ടേംസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആറിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബീറ്റയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? പ്ലസ് ബീറ്റ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ മൈനസ് ബീറ്റ ആവും. അവിടെ ഓൾറെഡി ഒരു ഗാമ ഉണ്ട്, ഗാമ മൈനസ് ബീറ്റ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെ ഇക്വേഷൻ? I ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ, R ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ. 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ സ്നെൽസ് ലോ യൂസ് ചെയ്യാണ്. നമുക്കറിയാം സ്നെൽസ് ലോ എന്താണ്? സ്നെൽസ് ലോ sin I by sin R ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് സ്നെൽസ് ലോ. റിഫ്രാക്ഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ വെച്ചിട്ട് നമുക്കറിയാം sin I by sin R ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. എന്നിട്ട് ആ കോൺസ്റ്റൻറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു. അതായത് ഈ കോൺസ്റ്റൻറ്റിന് പകരം N21 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. N21 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? N2/N1 എഴുതാം. ഓക്കെ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ആംഗിളുകളാണ്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ ആംഗിൾസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഐക്ക് പകരം എന്ത് എഴുതിയാൽ മതി? ഐനെ എഴുതിയാൽ മതി. ഐയും ആറും വളരെ ചെറിയ ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ സൈൻ ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ, സൈൻ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ. അപ്പോൾ ഈ സൈൻ ഐ ബൈ സൈൻ ആറിന് പകരം നമുക്ക് എന്താ എഴുതാം? ഐ ബൈ ആർ ഈക്വൽ ടു N2/N1 എഴുതാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. I ഇൻറ്റു N1 ഈക്വൽ ടു R ഇൻറ്റു N2. തേർഡ് ഇക്വേഷനായി. ഐയും ആറും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻ. ഈ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? തേർഡ് ഇക്വേഷൻ ഐയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കും? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു N1 ഈക്വൽ ടു ആറിന് പകരം എന്താ? ഗാമ മൈനസ് ബീറ്റ ഇൻറ്റു
n2. ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ആൽഫ n1 പ്ലസ് ബീറ്റ n1 ഈക്വൽ ടു ഗാമ n2 മൈനസ് ബീറ്റ n2. ശരിയല്ല? ഇനി വേണമെങ്കിൽ ഗാമ മൈനസ് ബീറ്റ ഒരുമിച്ച് എഴുതാലോ. ഗാമ മൈനസ് ബീറ്റ ഇൻറ്റു n2. ഇക്വേഷൻ 4. ഇവിടെ വരെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ AOP ഇതിൻ്റെ ഈ സൈഡ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ സ്പെറിക്കലായിട്ടുള്ള സർഫസ് കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും? നമ്മൾ ട്രയാങ്കിൾ ഏതെടുക്കുന്നത്? ട്രയാങ്കിൾ AOP. ട്രയാങ്കിൾ AOP എടുത്തു കഴിഞ്ഞാൽ ഏതെടുക്കുന്നത്? AOP. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AP എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്. AP ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് OP എന്ന് കിട്ടി. ഇവിടെ നമ്മൾ സെയിം റൂള്. ആൽഫ എന്ന് പറയുന്നത് വളരെ ചെറിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് വരും? ആൽഫ ഈക്വൽ ടു AP ബൈ OP. ഇതിനെ 5 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ മുകളിൽ ഏതാ നിങ്ങൾക്ക് കാണില്ല. നമുക്ക് ആൽഫ കിട്ടി. ഇനി അതുപോലെ തന്നെ ബീറ്റ കിട്ടണം. അപ്പോൾ നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു? ട്രയാങ്കിൾ API കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ API കൺസിഡർ ചെയ്തു. അപ്പോൾ ടാൻ ബീറ്റ അവിടെ എങ്ങനെ എഴുതാം? ടാൻ ബീറ്റ API. അവിടെ ടാൻ ബീറ്റ എന്തൊരു ഓപ്പോസിറ്റ് സൈഡ്. അവിടെയും ഓപ്പോസിറ്റ് സൈഡ് എന്ത് തന്നെയാണ്? AP ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ത് വരും? PI. ഇവിടെയും ബീറ്റ വളരെ ചെറിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ API അതിൽ നിന്ന് ടാൻ ബീറ്റ കിട്ടി. AP ബൈ PI. അതിൽ ബീറ്റ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ AP ബൈ PI. 6 കൊടുത്തു. അതുപോലെ ഒരു ട്രയാങ്കിളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഏത് ട്രയാങ്കിളാ? ഗാമ വരണം. അപ്പോൾ APC കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ APC കൺസിഡർ ചെയ്തു. ഇപ്പോൾ ടാൻ ബീറ്റ എന്ത് വരും? ടാൻ ഗാമ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് AP ബൈ അഡ്ജസൻറ്റ് സൈഡ് PC. ഇവിടെ നമുക്ക് സെയിം റൂളിൽ വെച്ചിട്ട് ഗാമ ഈക്വൽ ടു AP ബൈ PC എഴുതാം. ഞാൻ ഒന്നും കൂടി പറയാം. ഇതിൽ കുറച്ചും കൂടി എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മായ്ക്കണേക്കാളും മുമ്പ് ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മളിവിടെ സ്പെറിക്കൽ സർഫസിൽ ഉള്ള റിഫ്രാക്ഷൻ്റെ ഡെറിവേഷനാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു സ്പെറിക്കൽ സർഫസ്, അതായത് ഒരു ഗ്ലാസ് റോഡ് കൺസിഡർ ചെയ്തു. ആ ഗ്ലാസ് റോഡിൻ്റെ ഒരു സൈഡ് സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. പോൾ മാർക്ക് ചെയ്തു. സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് എടുത്തു. അതിൽ നിന്ന് ഒബ്ലിക്കായിട്ട് ചെരിഞ്ഞ ഒരു റേ വന്ന് ആ സർഫസിൽ തട്ടുന്നതായിട്ട് അസ്യൂം ചെയ്തു. ആ വന്ന് വീഴുന്ന റേക്ക് ഇൻസിഡൻറ്റ് റേ എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ നോർമൽ വരച്ചു. ഈ ഭാഗത്ത് ഇൻസിഡൻറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് നമ്മളൊരു നോർമൽ വരച്ചു. ആ നോർമൽ എവിടെ ചെന്നാൽ ടച്ച് ചെയ്യുക? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ടച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ റിഫ്രാക്റ്റഡ് റേ വരയ്ക്കുക. ഇത് റയർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം.
ലൈറ്റ് റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും. എങ്ങോട്ടായിരിക്കും ആ ബെൻഡിങ്? ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ നമ്മൾ നോർമലിനോട് എടുത്ത് റിഫ്രാക്റ്റഡ് റേ വരച്ചു, ആരോ മാർക്ക് ഇട്ടു, റിഫ്രാക്റ്റഡ് റേ എന്ന് പേര് കൊടുത്തു. നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്നും, നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്നും കൊടുത്തു. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ഒബ്ജക്റ്റിന് ഓണും ഉണ്ടാകുന്ന ഇമേജിന് ഐ എന്നും കൊടുത്തു. ഈ പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് യു എന്നും പോൾ തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിന് വി എന്നും കൊടുത്തു. അപ്പോൾ പിക്ചർ കഴിഞ്ഞു. ഇനി നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. AOI. AOIയിൽ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഐ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഐ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതി അതിന് ഇക്വേഷൻ 1 കൊടുത്തു. ഇനി നമ്മൾ ACI ഈ ചെറിയൊരു ആംഗിൾ നമ്മൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. ACI. അവിടെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആറും ബീറ്റയാണ്. അപ്പോൾ ആർ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഗാമ എന്ന് എഴുതാം. അപ്പോൾ ഗാമ ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ ആർ ഈക്വൽ ടു ഗാമ മൈനസ് ബീറ്റ. ഇവിടെ ആർ എടുക്കാനുള്ള കാരണം ഇവിടെ നമുക്ക് ഐ കിട്ടിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ ടേംസിലേക്ക് ആക്കിയെന്ന് മാത്രം. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സ്നെൽസ് ലോ അനുസരിച്ചിട്ട് sin I by sin R ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N21 ആണെന്ന് നമുക്കറിയാം. N21നെ നമുക്ക് റേഷ്യോ ഇതിൽ എഴുതണം എന്ന് വെച്ചാൽ N2/N1 എഴുതാം. അപ്പോൾ N2/N1 എഴുതി. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് sin I അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു I എന്നും sin R അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R എന്നും എഴുതാം. അപ്പോൾ I/R ഈക്വൽ ടു N2/N1. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഈ ഇക്വേഷനിലുള്ള ഐക്കും ആറിനും പകരമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റും സെക്കൻഡും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് എഴുതി മാത്രം. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. AOP എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AP, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ OP. ആൽഫ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ എന്ന് കൊടുക്കാം. അപ്പോൾ ആൽഫ ഈക്വൽ ടു AP/OP എന്ന് കിട്ടി. സിമിലർലി ഞാൻ മുകളിലേക്ക് എന്ത് കാണുന്നുണ്ടോ എന്നറിയില്ല. API ഈ ട്രയാങ്കിൾ എടുത്തു. അതിൻ്റെ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ്. അവിടെ ഓപ്പോസിറ്റ് സൈഡ് AP തന്നെയാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് PI വരും. അവിടെയും ബീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ ബീറ്റയ്ക്ക് പകരം ബീറ്റ കൊടുക്കാം. ബീറ്റ ഈക്വൽ ടു AP/PI കിട്ടി. ഇനി നമ്മൾ മൂന്നാമത് കൺസിഡർ ചെയ്യുന്നത് APC എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. അതിൽ ടാൻ ഗാമ ഈക്വൽ ടു AP/PC. സെയിം റൂൾ തന്നെ അപ്ലൈ ചെയ്തു. നമുക്ക് ഇത്ര ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് ഇത്ര ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡെറിവേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് എടുത്ത AOI അല്ല എടുക്കേണ്ടത്, AOC ആണ് കേട്ടോ. അത് ഞാനിവിടെ കറക്റ്റ് ചെയ്യാണ്. AOC എടുക്കുമ്പോൾ ആൽഫ പ്ലസ് ഗാമ ഈക്വൽ ടു എന്ന് എഴുതേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ അല്ല, ആൽഫ പ്ലസ് ഗാമയാണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഓക്കെ, ഇവിടെ ബീറ്റയുടെ പ്ലേസിൽ ഗാമ വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ ചെറിയൊരു വേരിയേഷൻ വരും. ഗാമ N1 ഇവിടെ ബീറ്റ വന്നിടത്ത് ഗാമ വന്നു. ഇനി ആൽഫ ഈ ഗാമ ഇവിടെ ഒരു ഗാമ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗാമ ഉള്ള ടേംസ് ഒക്കെ ഒരേ സൈഡിൽ കൊണ്ടുവരാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്ത് വരും? ആൽഫ N1 മൈനസ് ബീറ്റ N2 അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ബീറ്റ N2 ഈക്വൽ ടു ഇവിടെ ഗാമ N2 ഉണ്ട്. ഇത് വരുമ്പോൾ മൈനസ് ഗാമ N1 വരും. അതിൽ നിന്ന് ഗാമ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ N2 മൈനസ് N1. ഇതാണ് ഇക്വേഷൻ 4. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് നമുക്ക് കിട്ടി.
ആൽഫ ബീറ്റ ഗാമ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ആ സെപ്പറേറ്റ് കണ്ടുപിടിച്ച ആൽഫ ബീറ്റ ഗാമ ഇതിലേക്ക് കൊടുക്കണം, ഇക്വേഷൻ 4 കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ 4 എന്താവും? ആൽഫ n1. ആൽഫ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? AP/OP. AP/OP. അപ്പൊ ആൽഫയ്ക്ക് പകരം 4th ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൽഫയ്ക്ക് പകരം AP/OP ഇൻറ്റു n1. അതുപോലെ തന്നെ എഴുതി പ്ലസ് ബീറ്റ. ബീറ്റ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് AP/PI ഇൻറ്റു എന്താ പറയുക n2 ഈക്വൽ ടു ഗാമ. ഗാമ എത്രയാ? AP/PC ഇൻറ്റു n2 മൈനസ് n1. ഈ 3 ടൈമിലും AP ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. AP മുകളിൽ n1 ഉണ്ട്, n1/OP മീൻസ് എന്താ? O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് U എന്ന് എഴുതി. പ്ലസ് n2/PI. P തൊട്ട് I വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? V. ഈക്വൽ ടു n2 മൈനസ് n1/PC. പോൾ തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. അപ്പോൾ 6 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷനായി. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, ഇതിൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. U എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? P തൊട്ട് O വരെയുള്ള, എപ്പോഴും പോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പോൾ തൊട്ട് O വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഫോർവേഡ് ആയിട്ട്, നമ്മളിപ്പോൾ മെഷർ ചെയ്തത് ബാക്ക്വേർഡ് ആയിട്ട്. അപ്പോൾ U എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ n1/-U, മൈനസ് മുകളിൽ ഇട്ടാലും കുഴപ്പമില്ല, പ്ലസ് n2/V. എങ്ങനെയാ? V എവിടെ നിന്ന് മെഷർ ചെയ്യുക? പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഫോർവേഡ് ആയിട്ടാണ് നമ്മുടെ മെഷർമെൻറ്റ്. ഇൻസിഡന്റ് റേ പോകുന്നതും നമ്മൾ മെഷർ ചെയ്യുന്ന വിയും ഫോർവേഡ് ഡയറക്ഷനാണ്. അതുകൊണ്ട് അതിൽ നെഗറ്റീവ് എടുക്കേണ്ട, നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. V ഈക്വൽ ടു n2 മൈനസ് n1/R. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. P തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതും ഫോർവേഡ് ഡയറക്ഷനിലായതുകൊണ്ട് അതിലും വ്യത്യാസമൊന്നും വരുത്തണ്ട. അപ്പോൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടി. സ്ഫെറിക്കൽ സർഫസിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ്റെ ഇക്വേഷനാണിത്. n1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V ഇമേജ് ഡിസ്റ്റൻസ്, R റേഡിയസ് ഓഫ് കർവേച്ചർ.